നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് നന്നായി പ്രാർത്ഥിച്ചേ. ഭഗവാനെ, അമ്മയുടെ സ്ഥാനം മാത്രം എനിക്ക്. എന്റെ പപ്പി മോളെ കാത്തോണേ. ജാതകവശാൽ പപ്പി മോൾക്ക് ഇപ്പൊ കഷ്ടകാലോ. അത് മാറണമെങ്കിൽ ഒരു ഹോമം ചെയ്യണമെന്നാ പറയുന്നത്. പക്ഷെ അത് ചെയ്യേണ്ടത് പപ്പിയുടെ അമ്മയായിരിക്കണം. എന്നാലേ പപ്പി മോളുടെ ദോഷങ്ങൾ മാറും. പപ്പി മോളുടെ രക്ഷയ്ക്കായി നടത്തുന്ന ഈ ഹോമം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തുന്നത് ശരിയാണോ? അങ്ങനെ ഒരു കളവ് കാണിച്ച് നടത്തേണ്ട കർമ്മമാണോ അത്? അമ്മ എപ്പോഴും അമ്മ തന്നെയാ. വണ്ടി നിർത്തിക്കേ. അമ്മയായിട്ട് പലർക്കും വേഷം കെട്ടാം. നൊന്ത് പ്രസവിക്കുമ്പോ കിട്ടുന്ന ഒരു അവകാശം ഉണ്ടല്ലോ. പൊക്കിൾ കൊടിയിൽ നിന്നുണ്ടാവുന്ന ആ ബന്ധം, അതിനെ അറുത്തു മുറിച്ച് കളയാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. കുഞ്ഞിച്ചി, അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. കുഞ്ഞിച്ചിയ പപ്പിയുടെ അമ്മയെന്ന് തുറന്നു പറയാൻ സമയമായിന്ന്. ഹോമം നടക്കുന്ന സ്ഥലത്ത് ഞാൻ വന്നാ പോരെ ശ്യാമേ? മനസ്സുകൊണ്ട് ആ കർമ്മം ഏറ്റെടുത്ത് ചെയ്താ പോരെ? മറിച്ച് സത്യങ്ങൾ അറിഞ്ഞ് ചിന്ന ഭിന്നാവാൻ പോകുന്നത് ഒരുപാട് ജീവിതങ്ങളാ ശ്യാമേ. സത്യം പറഞ്ഞില്ലെങ്കിൽ പപ്പിയുടെ ജീവന് അപകടത്തിലാവുന്ന. പപ്പിക്ക് വേണ്ടിയുള്ള പൂജകൾ ഞാൻ ചെയ്താ പോരെ? കുഞ്ഞിച്ചി, സത്യം അതിനൊന്നും സമ്മതിക്കില്ല. സത്യം തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. ഞാൻ കുഞ്ഞിച്ചിയെ ചതിക്കുവല്ലേന്ന് ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചു കഴിഞ്ഞു. അതിന് എനിക്കൊന്ന് രക്ഷപ്പെടണം. ക്ഷമേ, നിനക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് എന്നിലൂടെ ആരും പുറത്തറിയില്ല. അതെന്റെ അനുജത്തിക്ക് വേണ്ടി എന്നോട് തന്നെ ഞാൻ പറഞ്ഞ വാക്ക്. അത് ഞാനായിട്ട് തെറ്റിക്കില്ല. പകരം സത്യാന്ന് അറിയാതെ ഞാൻ ഈ ഹോമത്തിൽ പങ്കുകൊണ്ടോളാം. എനിക്ക് പപ്പിമോളെ പോലെ തന്നെയാ നീയും. നിനക്കൊരാപത്ത് വരാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കൂ? ധൈര്യമായിട്ടിരിക്കെ, ഹോമത്തിൽ ഞാൻ പങ്കുകൊണ്ടോളാം. ശാലിനി, നിന്റെ കണക്കുകൂട്ടലുകൾ ഇനി മുതൽ തെറ്റിത്തുടങ്ങും. കാരണം എതിർസ്ഥാനത്ത് നിൽക്കുന്നത് സുസ്മിതയാ. ഒരുപാട് ആത്മവിശ്വാസമുള്ള, വിജയചരിത്രം മാത്രമുള്ള സുസ്മിത. അതുകൊണ്ട് തന്നെ ഇനി നിന്റെ പതനമാ ഭൂമിക്കടിയിലേക്കുള്ള എന്നേക്കുമായുള്ള പതനം. ഈ പത്മിനി ഇവളാ പത്മിനി. ഇവൾക്ക് വേണ്ടിയാ നടത്തുന്നത്. എല്ലാം ഈശ്വരന് വേണ്ടിയാണെന്ന് പറയൂ. പിന്നീടുള്ള വരുംവരാഴികൾ തീരുമാനിക്കുമ്പോൾ ആ അവകാശവും അതെല്ലാം ആ ചൈതന്യത്തിൽ നിക്ഷിപ്തമാണല്ലോ. പ്രാർത്ഥിച്ചോളൂ മോളെ, മനമുരുകി പ്രാർത്ഥിച്ചോളൂ. ഈ പുഷ്പങ്ങൾ കയ്യിൽ വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരിതളെടുത്ത് പ്രാർത്ഥിച്ച് ശിരസിൽ വയ്ക്കുക. തൊഴുതു പിടിച്ച് പ്രദക്ഷിണം ചെയ്തു വരിക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആർക്കു വേണ്ടിയാണോ ആയുഷ് ഹോമം നടത്തുന്നത് അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കിട്ടാൻ പ്രാർത്ഥിക്കുക. ഹോമകുണ്ടത്തിലേക്ക് ആ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം മാത്രമാണ് പ്രദക്ഷിണത്തിനായി പോകേണ്ടത്. കുട്ടിയുടെ അമ്മ
ശ്യാമേ ചെല്ല്. ദാ ഇവളാ. ആ, ഇതിൽ അമ്മയുടെ പ്രാർത്ഥനയ്ക്കാണ് മുഖ്യ സ്ഥാനം. മക്കൾക്ക് വേണ്ടി അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഏത് ഭഗവാനാണത് കേൾക്കാതിരിക്കുക? ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്നതുപോലെ തന്നെയാണ് ആ കുഞ്ഞിന്റെ ആയുസ് നിലനിർത്തുക എന്നതും. അതിന് മാതാവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്തു വരിക. മോള് നന്നായി പ്രാർത്ഥിച്ചേ. ഭഗവാനെ, അമ്മയുടെ സ്ഥാനം മാത്രം എനിക്ക്. എന്റെ പപ്പിമോളെ കാത്തോണേ. ബിഗ് ഫ്രണ്ട്. ഹായ് സദ്യേ. ഹായ് പപ്പി. വാ സദ്യേ, നമുക്ക് അവിടെയെല്ലാം പോയി തൊഴുതിട്ട് വരാം. വാ. അതെ, ദൂരേക്കെങ്ങും പോയേക്കല്ലേ. ഹോമം നടക്കുമ്പോ രണ്ടുപേരും അവിടെ ഉണ്ടായിരിക്കണം. ശരി അമ്മേ. വിഷ്ണു, ഇതൊരു ക്ഷേത്ര. ഇവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട്. അതിവിടെ വരുന്നവരൊക്കെ അതാരായാലും പാലിക്കേണ്ടതാ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? പലതും ഉണ്ടാകാതിരിക്കാനാ ഞാനിപ്പോ അത് പറഞ്ഞത്. അമ്മയെ കൂടി കൊണ്ടുവരായിരുന്നില്ല കുഞ്ഞേച്ചി? അതിനിവിടെ കല്യാണമൊന്നും നടക്കുന്നില്ലല്ലോ, കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്താനായിട്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇത് പപ്പിമോളുടെ പേരിൽ നടത്തുന്ന ഹോമമല്ലേ? അതിൽ പങ്കെടുക്കാനുള്ള അവകാശം ശ്യാമയുടെ വീട്ടുകാർക്കുള്ളതല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.